ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ മുഖഛായ എങ്ങനെ മാറുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. പരമ്പരാഗത സമര രീതികളേക്കാൾ അപ്പുറം സോഷ്യൽ മീഡിയയെ ആയുധമാക്കി ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. 2026 മെയ് മാസത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് വഴി തുറന്നത്. തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കളെയും പ്രതിഷേധക്കാരെയും പാറ്റകളോട് ഉപമിച്ച് നടത്തിയ ആ പ്രസ്താവന അധികാരത്തിന്റെ ധാർഷ്ട്യമായിട്ടാണ് രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളും കണ്ടത്. അധികാരികൾ തങ്ങളെ പുച്ഛത്തോടെ പാറ്റകളെന്ന് വിളിക്കുമ്പോൾ ആ പേര് തന്നെ അഭിമാനത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അവർ നടത്തിയ തിരിച്ചടി അത്യന്തം രാഷ്ട്രീയമായ ഒന്നായിരുന്നു. തങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ നൽകിയ പേരിനെ തന്നെ തങ്ങളുടെ പ്രതിരോധത്തിന്റെ അടയാളമാക്കുക എന്ന തന്ത്രപരമായ തീരുമാനമാണ് ഈ പ്രസ്ഥാനത്തെ ശ്രദ്ധേയമാക്കിയത്. അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ കൂട്ടായ്മ സോഷ്യൽ മീഡിയയുടെ അനന്തമായ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നു. ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വെറുമൊരു ആശയവിനിമയ ഉപാധിയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് യുവാക്കളെ ഏകോപിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ വേദി കൂടിയാണ്. അൽഗരിതങ്ങളെ മറികടക്കാൻ കെൽപ്പുള്ള മീമുകളും പരിഹാസം നിറഞ്ഞ റീൽസുകളും ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും വഴി അവർ ഭരണകൂടത്തിന്റെ ഗൗരവത്തെ ചോദ്യം ചെയ്യുന്നു. വാർത്താ ചാനലുകൾക്ക് നൽകാൻ കഴിയാത്തത്ര വേഗതയിൽ ഈ പ്രതിഷേധം ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കും പടർന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും സർവകലാശാലകളിലെ അനിശ്ചിതത്വവും അനുഭവിക്കുന്ന ഓരോ യുവാവിനും തങ്ങളൊറ്റയ്ക്കല്ല എന്ന ബോധം ഈ ഡിജിറ്റൽ ഒത്തുചേരൽ നൽകുന്നുണ്ട്. ഇന്നത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത അത്രയും വലിയ ജനപിന്തുണയും ഇടപഴകലുമാണ് CJPക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് യുവാക്കൾ തങ്ങളുടെ വേദനകളും പ്രതിഷേധങ്ങളും പ്രകടിപ്പിക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ഉപരിയായി തങ്ങൾക്ക് ശബ്ദമുയർത്താൻ കഴിയുന്ന ഇത്തരം പുതിയ ഇടങ്ങളെയാണ് വിശ്വസിക്കുന്നത് എന്നാണ്. പരമ്പരാഗത രാഷ്ട്രീയക്കാർ പിന്തുടരുന്ന ഹൈറാർക്കിയോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ മീമുകളും ഡിജിറ്റൽ ക്യാമ്പയിനുകളും വഴി ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു ആശയത്തെ നിമിഷ നേരം കൊണ്ടെത്തിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇത് രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങൾ സാധാരണക്കാരിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. CJPയുടെ മുഖ്യ ലക്ഷ്യം കേന്ദ്ര ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമെന്നാണ് പ്രഥമഘട്ടത്തിൽ അവർ വ്യക്തമാക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന പരീക്ഷാ പേപ്പർ ചോർച്ചകൾക്കും വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയ്ക്കും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഡൽഹി ജന്തർ മന്ദറിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഇവർ നടത്തുന്ന പ്രതിഷേധങ്ങൾ പോലും വളരെ ശ്രദ്ധേയമാണ്. അക്രമത്തിന് പകരം തങ്ങളെ പാറ്റകളെന്ന് വിളിച്ചവർക്ക് മുന്നിൽ പാറ്റകളെപ്പോലെ ഇഴഞ്ഞു നീങ്ങിയുള്ള പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിഹാസം ഭരണാധികാരികളുടെ കപടതയെ ലോകത്തിന് മുന്നിൽ കൂടുതൽ വ്യക്തമായി തുറന്നു കാട്ടുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയും നിയമവും സംരക്ഷിക്കേണ്ടവർ സാധാരണക്കാരെ അധിക്ഷേപിക്കുമ്പോൾ അതിനുള്ള മറുപടി ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്ന് CJP കാണിച്ചു തരുന്നു. ഇതൊരു വെറും സോഷ്യൽ മീഡിയ ട്രെൻഡല്ല, മറിച്ച് ഇന്ത്യയിലെ പുതിയ തലമുറയുടെ രാഷ്ട്രീയ ബോധത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പാറ്റകൾക്ക് നശിക്കാൻ മാത്രമേ കഴിയൂ എന്ന് കരുതുന്നവർക്ക് മുന്നിൽ അവർക്ക് സംഘടിച്ച് വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് ഈ പ്രസ്ഥാനം തെളിയിക്കുകയാണ്. തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മൗനികളാകാതെ പരിഹാസത്തിലൂടെയും നിശിതമായ വിമർശനങ്ങളിലൂടെയും BJP സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടാൻ ഈ യുവാക്കൾക്ക് കഴിയുന്നു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റമാണ്. കാലം മാറുമ്പോൾ പ്രതിഷേധങ്ങളുടെ ഭാഷയും അത് പടരുന്ന വഴികളും മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഡിജിറ്റൽ ഇടങ്ങളിലെ ഈ തീവ്രമായ മുന്നേറ്റം വെറും ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ ഒതുങ്ങുമോ, അതോ വരുംകാലത്ത് ഇതൊരു പൂർണ്ണമായ രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ? കാത്തിരുന്ന് കാണാം.